ഹായ്, അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിതപ്പം നിൽക്കുന്നത് മുംബൈയിലാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മുംബൈയിലെ കുറേ കാഴ്ചകളൊക്കെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിതപ്പം നിൽക്കുന്നത് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലുള്ള IRCTCയുടെ തന്നെ അർബൻ പോഡ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പിലാണ്. ഇതെന്താണെന്ന് നിങ്ങൾക്കറിയോ? പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ നേരെ അകത്തോട്ട് വരുന്ന ഭാഗത്ത് തന്നെ ഇതുപോലെ ഒരുപാട് ഫോട്ടോസും ഇരിക്കാനുള്ള സൗകര്യമൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ ഇവരിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്നുണ്ട്. സംഭവത്തിൽ പ്രീമിയം തന്നെയാണ് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഇതാണ് അർബൻ പോഡുകൾ. ഇതുപോലെയുള്ള ചെറിയ ചെറിയ പോഡുകളിൽ നമുക്ക് ഇവിടെ കിടക്കാൻ പറ്റും. സംഭവം കാണുന്ന പോലെ ഒരു ചെറിയ സെറ്റപ്പ് ഒന്നും അല്ല വരുന്നത്. ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് നല്ല വെർത്താണിത്. നല്ല വൃത്തിയിൽ, നല്ല സൗകര്യത്തിൽ, നമുക്ക് വലിയ ശല്യങ്ങളൊന്നുമില്ലാതെ വളരെ ശാന്തമായിട്ട് താമസിക്കാനുള്ള ഒരു സെറ്റപ്പ് ഇവിടെ കിട്ടും. പൈസ കുറച്ച് കത്തിയാണ് വരുന്നത്, എന്നാലും ഇവിടുത്തെ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ നോക്കുമ്പം നമുക്കിത് വർത്താണ്. അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ കുറേ സെറ്റപ്പ് ഉണ്ട്. നമുക്ക് റീഡിങ് ലൈറ്റ് ഉണ്ട്, അങ്ങനെ കുറേ ലൈറ്റിംഗ് സെറ്റപ്പ് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കൊരു സ്ലീപ്പിംഗ് മോഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒറ്റ ബട്ടൺ പ്രസ് ചെയ്താൽ മൊത്തം ലൈറ്റ് ഓഫ് ആവും. നമുക്ക് നല്ല ഈസി ആയിട്ട് കിടന്നുറങ്ങാനൊക്കെ പറ്റും. പിന്നെ നമുക്ക് ടൈമർ സെറ്റ് ചെയ്തിട്ട് അലാറം സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അകത്ത് തന്നെ ഒരു TVയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് മുകളിൽ നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്തെടുത്താൽ TVയും കാര്യങ്ങളൊക്കെ കിട്ടും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെവിടെ ആയിട്ടാണ് ഇതിൻ്റെ സ്ക്രീന് വരുന്നത്. നമ്മൾ അവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതൊന്ന് താഴ്ത്തി കഴിഞ്ഞാൽ അവിടെ TV ഉണ്ട്. അത് അവിടെ DTH കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ TV കാണാം. അങ്ങനെ കുറേ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ലൊരു ഹെഡ്ഫോണും കൊടുത്തിട്ടുണ്ട് നമുക്ക് അത് വെച്ചിട്ട്. കാരണം നോർമൽ സൗണ്ട് വന്നു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ വയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ TV എന്നുള്ള സൗണ്ട് നമുക്ക് അതുവഴി കേൾക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല വെർത്തായിട്ടുള്ളൊരു സെറ്റപ്പാണിത്. ഇത് വരുന്നത് പൈസ വരുന്നത് 3 മണിക്കൂറിന് 599 രൂപയാണ്. പിന്നെ 6 മണിക്കൂർ നമ്മൾ എടുക്കുമ്പോൾ 699 രൂപ. അതായത് ഒരു 6 മണിക്കൂർ നമുക്കിവിടെ കിടക്കാൻ 700 രൂപ വരും. പക്ഷേ ഈ ഒരു സെറ്റപ്പ് നിങ്ങൾ നോക്കിയാൽ മതി. ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഏറ്റവും വലിയ കൺസേൺ ആണ് ബാത്റൂം നല്ല ക്ലീൻ ആണോ എന്നുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഇത് വാഷ് ഏരിയ ആണ്. ഇവിടെയൊക്കെ അവർ നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതിൻ്റെ ബാത്റൂം കൂടി ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു സെറ്റപ്പിലാണ് വരുന്നത്. നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടില്ലേ. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം എല്ലാം കൊണ്ടും നമുക്ക് ഒരാളൊക്കെയാണ് വരുന്നതെങ്കിൽ റൂമൊക്കെ ഈ സെറ്റപ്പിൽ കിട്ടണമെങ്കിൽ നല്ല പൈസ കൊടുക്കണ്ടേ. പിന്നെ നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ ഇതുപോലെ ഒരു ഷെൽഫ് നമുക്ക് തരും. അതിൻ്റെ അകത്ത് വെക്കാനൊക്കെ പറ്റും. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല സൗകര്യത്തിൽ നമുക്ക് മുംബൈയിൽ വന്നാൽ താമസിക്കാൻ പറ്റുന്നൊരു സംഭവമാണിത്. ഇതാണ് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തെ കാഴ്ചയാണ് കേട്ടോ. ഇതൊരു ടെർമിനൽ സ്റ്റേഷനാണ്. ഇവിടെ എന്താണ്, ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ ഒരു പോഡൊക്കെ വരുന്നത്. നിങ്ങളിവിടെ വരുവാണെങ്കിൽ, ഞാൻ ഇപ്പം നിൽക്കുന്നത് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ 1ാമത്തെ നിലയിലാണ്. ഞാനൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടി ഒരു 3 മണിക്കൂർ താമസിച്ചത് നിങ്ങളിപ്പോൾ കണ്ട ആ ഒരു പോഡിലാണ്. അപ്പോൾ അതിൻ്റെ റേറ്റൊക്കെ വരുന്നത് 599 റുപ്യാണ് സ്റ്റാർട്ടിങ് വരുന്നത്. 3 മണിക്കൂർ. കുറച്ച് പൈസയാണെങ്കിൽ നിങ്ങൾ കണ്ടല്ലോ, നല്ല വൃത്തിയും കാര്യങ്ങളും, നല്ല നീറ്റ് ആൻഡ് ക്ലീനും, നല്ല സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് കുറേ കാഴ്ചകളൊക്കെ കാണാനുണ്ട്. ആദ്യം നമുക്ക് അവിടെ ഛത്രപതി ശിവജി ടെർമിനലിന് അങ്ങോട്ട് പോവാം. എന്നിട്ട് അവിടുന്ന് നമുക്ക് കുറച്ച് സ്ഥലങ്ങളിലോട്ടൊക്കെ പോകാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഭക്ഷണം കഴിക്കണം, എന്നിട്ട് അങ്ങോട്ട് പോവാം. എന്തായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ലഞ്ചിൻ്റെ ടൈം ആയിട്ടില്ല. എന്നാൽ നമുക്ക് ഇവിടെ ഒന്ന് കയറി നോക്കാം. കുറേ കാലത്തിന് ശേഷമാണ് KFCയിലോട്ട് വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്, ഇന്ന് ബുധനാഴ്ചയാണ്. അപ്പോൾ നമുക്കിന്ന് ഓഫറുണ്ട്. വെഡ്നസ്ഡേ ഓഫറാണല്ലോ KFCയുടെ ഏറ്റവും ബെസ്റ്റ് ഓഫർ. അപ്പോൾ നമുക്കിന്ന് കുറേ കോംബോസൊക്കെ ഇവിടെ കിട്ടും. ഏതെങ്കിലും ഒരു കോംബോ നമുക്ക് വാങ്ങി നോക്കാം. ഞാനപ്പോൾ ഒരു കോംബോ സെലക്ട് ചെയ്തു. ഇതിലൊരു ബർഗർ വരുന്നുണ്ട്, പിന്നെ വിങ്സ് വരുന്നുണ്ട്, പിന്നെ കുറച്ച് പോപ്കോണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തോട്ട് ഇറങ്ങി. കുറേ കാലത്തിന് ശേഷമാണ് KFCയിലോട്ട് വരുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് അവിടെ കയറിയത്. കുഴപ്പമില്ല, നല്ല അത്യാവശ്യം ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ബുധനാഴ്ചയല്ലേ, എല്ലാ ബുധനാഴ്ചയും അവിടെ KFCയിൽ ഓഫർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് അവിടെ കയറിയത്. ഇത്ര ഐറ്റം നമ്മൾ വാങ്ങിച്ചില്ലേ, അതിനാകെ 350 രൂപയായിട്ടേ ഉള്ളൂ. അതായത് 349 രൂപ ഓഫറാണ്. എല്ലാ ബുധനാഴ്ച നിങ്ങൾ KFCയിൽ പോകുന്നുണ്ടെങ്കിൽ ബുധനാഴ്ച പോയാൽ മതി, എല്ലാ ഓഫറുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനി നേരെ പോകേണ്ടത് നമ്മളെ ഇവിടത്തേക്കാണ്, ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനലിലോട്ടാണ്. അതിന് ആദ്യം ഇവിടുന്ന് ലോക്കൽ ട്രെയിൻ ടെർമിനലിൽ അങ്ങോട്ട് പോകണം. അവിടുന്ന് ലോക്കൽ ട്രെയിൻ എടുത്തിട്ട് വേണം നമുക്ക് ദാദറിൽ പോകണം. ദാദറിൽ പോയിട്ട് അവിടുന്ന് മാറിക്കറണം. അങ്ങനെയാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ എത്തിയിട്ട് നമുക്ക് കുറേ സ്ഥലത്തോട്ടൊക്കെ പോകാനുണ്ട്. അത് കണ്ടോ, അവിടെയാണ് ലോക്കൽ ട്രെയിനിൻ്റെ സ്റ്റേഷൻ വരുന്നത്. അപ്പം നമുക്ക് ഈ വഴി ഇങ്ങനെ പോയി അതുവഴി ചുറ്റി വളഞ്ഞ് താഴെ ഇറങ്ങണം. അവിടുന്ന് നമുക്ക് ദാദർ വരെ ട്രെയിൻ കിട്ടും. എന്നിട്ട് ദാദറിന് നമ്മൾ മാറിക്കറണം. ഈസ്റ്റല്ല, അതിൻ്റെ തൊട്ടപ്പുറത്ത് ആ ഭാഗത്തായിട്ട് കണ്ടോ ലാസ്റ്റ്
स्टेशन महालक्ष्मी। यात्रिगण कृपया सावधानीपूर्वक कतार में उतरें। नेक्स्ट स्टेशन महालक्ष्मी। Passengers, please alight carefully in queue. अगला स्टेशन लोहगढ़। अगला स्टेशन प्रभा देवी। यात्रिगण कृपया सावधानीपूर्वक നമ്മളിപ്പോൾ ഇവിടെ ട്രെയിൻ ഇറങ്ങിയില്ലേ, ഇതാണ് ദാദർ വെസ്റ്റേൺ എന്ന് പറയുന്ന സ്റ്റേഷൻ. ഇവിടെ നിന്നിട്ട് ഈ ഫ്ലൈ ഓവർ കയറിയിട്ട് നേരെ പോയി കഴിഞ്ഞാൽ ദാദർ സെൻട്രലാവും. അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്നാണ് നമുക്ക് അവിടെ ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനലിലോട്ട് ഇനി അടുത്ത കണക്റ്റിംഗ് ട്രെയിൻ കിട്ടുക. ഇത് രണ്ടും രണ്ട് സ്റ്റേഷനാണ്, ഒന്ന് ഈ അറ്റത്തും ഒന്ന് അപ്പുറത്തെ അറ്റത്തുമായിട്ടാണ് വരുന്നത്. കണ്ടോ, ഇവിടെ കാണിച്ച കണ്ടോ, ഇനി സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തോട്ട് നമുക്ക് പോകേണ്ടത്. प्लॅटफॉर्म क्रमांक 12 वर आलेली लोकल 1 वाजताची നമ്മളങ്ങനെ അവിടുന്ന് മുംബൈ സെൻട്രലിൽ നിന്ന് ദാദർ വന്നു, ദാദർ വെസ്റ്റ് നിന്ന് നടന്ന് ദാദർ സെൻട്രലിലോട്ട് വന്നു. അവിടുന്ന് ട്രെയിൻ മാറി കയറി ലോക്കൽ ട്രെയിൻ ഇപ്പോൾ ദാ ഇവിടെ ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനലിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമുക്ക് പോകേണ്ടത് ചെമ്പൂരേക്ക്, അതിന് പനവേലേക്ക് പോകുന്ന ലോക്കൽ ട്രെയിൻ നിൽക്കണം, അതിൻ്റെ ടിക്കറ്റ് എടുക്കണം, നമുക്ക് എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാണ് ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനലിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ പുറത്ത് നമുക്കൊരു വീഡിയോ ഒക്കെ എടുക്കാനുണ്ട്, അതിന് പുറത്തോട്ട് പോവാം. ഞാൻ വിചാരിക്കുന്നത് ചെമ്പൂര് പോയി വന്നിട്ട് പുറത്തോട്ട് പോകാമെന്നാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മുടെ മുംബൈ ടെറർ അറ്റാക്ക് നടന്നതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചൊരു സ്ഥലം ഇതാണ് കേട്ടോ. ഇവിടെയൊക്കെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം ഉണ്ടായിരുന്നത്. നമ്മളെ ഇവിടെ നിന്ന് ചെമ്പൂരേക്ക് ടിക്കറ്റ് എടുത്തു. ഒക്കെ ചെറിയ ചെറിയ പൈസയുള്ളൂ കേട്ടോ. അതാ ഈ ട്രെയിനാണ് പോകേണ്ടത്. നമ്മളെ അവിടുന്ന് ട്രെയിൻ കയറി ഇവിടെ ചെമ്പൂർ ഇറങ്ങിയതാണ്. ഇനി ഇവിടുന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ, ഒരു 7 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. നമ്മളിപ്പോൾ പോകുന്നത് എങ്ങോട്ടാന്ന് പറഞ്ഞില്ലല്ലേ. നമ്മൾ പോകുന്നത് ഇന്ത്യയിൽ ഒരേ ഒരു മോണോ റെയിലേ ഉള്ളൂ, അതിവിടെയാണ്, മുംബൈയിലാണ്. നമ്മൾ അതിൽ കയറാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റേഷനിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അങ്ങനെ ഞാൻ അവിടുന്ന് നമ്മുടെ ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനലിൽ നിന്ന് കയറി ഇവിടെ ചെമ്പൂര് വന്നിറങ്ങിയതാണ്. ഇവിടുന്ന് ഇനി നമ്മൾ പോകുന്നത് ഇന്ത്യയിൽ ഒരേ ഒരു മോണോ റെയിലേ ഉള്ളൂ, അതിവിടെ മുംബൈയിലാണ്. അപ്പോൾ അതിൽ കയറാൻ വേണ്ടിയിട്ടാണ്. ഇവിടുന്ന് ജസ്റ്റ് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. നമുക്കിനി അങ്ങോട്ടേക്ക് പോകാം. ഇവിടുന്നൊരു 7 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. ഇവിടെയൊക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല മഴയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റോഡ് ഫുള്ള് വെള്ളമൊക്കെയാണ്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ഒരു 400 മീറ്ററേ നടക്കാനുള്ളൂ. അപ്പം അങ്ങനെയാണ് കാണിക്കുന്നത്. നല്ല തിരക്കാണ് കേട്ടോ റോഡിലൊക്കെ. ഉച്ചയാണെങ്കിലും ഫുള്ള് വെള്ളമാണ്. ആ മഴ പെയ്തതിൻ്റെ
ഞാൻ ഇന്നലെ നമ്മുടെ കാക്കക്കുയിൽ മൂവി കണ്ടിരുന്നു. അതിൽ നമ്മുടെ നെടുമുടി വേണുവിൻ്റെ വീട് ചെമ്പൂരാണെന്നാണ് മുകേഷ് പറയുന്നത്. അപ്പോൾ ആ ചെമ്പൂരാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ എവിടെയെങ്കിലും വീടുണ്ടോ ആവോ. നമുക്കിനി ഈ വഴിയാണ് പോകേണ്ടത്. ഇവിടെ ഫുള്ള് മാർക്കറ്റ് പോലെ ഉണ്ടോ, ഫുള്ള് കടകളാണ്. നല്ല റഷാട്ടോ, നല്ല റഷാ. അങ്ങനെ നമ്മൾ സ്റ്റേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാണ് സ്റ്റേഷൻ വരുന്നത്. അതിലെയാണ് മുകളിലോട്ട് കയറിപ്പോണ്ട വഴി. കണ്ടോ, ഇന്ത്യയിലെ ഏക മോണോ റെയിലാണിത്. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോവാം. ഒട്ടും തിരക്കൊന്നുമില്ല എന്ന് തോന്നുന്നു, ആരുമില്ല. ഇതെനിക്ക് തോന്നുന്നത് മുംബൈയിൽ ആൾക്കാർക്ക് വേണ്ട ഭാഗത്തൂടെ അല്ല പോകുന്നതെന്നൊരു സംശയമുണ്ട്. കാരണം പൊതുവേ ഇതിലാരും കയറാറില്ല എന്ന് തോന്നുന്നു. പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു മോണോ റെയിൽ കയറാൻ പോകുന്നത്. നമ്മുടെ രാജ്യത്ത് വേറെ എവിടെ ഇല്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. നമുക്കങ്ങനെ ടിക്കറ്റ് കിട്ടി. ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേഷൻ വരെയാണ് എടുത്തത്. ഒരാൾക്ക് 40 രൂപയാണ് ഇവിടുന്ന് ലാസ്റ്റ് സ്റ്റേഷൻ വരെ വരുന്നത്. ഇതാണ് നമ്മുടെ ട്രെയിന്. നമുക്ക് അകത്തോട്ട് കയറാം. ഇന്ത്യയിൽ നിന്ന് ഓടുന്ന ഒരേ ഒരു മോണോ റെയിലാണ് മുംബൈയിൽ നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന മോണോ റെയിൽ. ഇവിടെ മുംബൈ സിറ്റിയുടെ കിഴക്കേ ഭാഗത്താണ് ചെമ്പൂർ വരുന്നത്. ഈ ഒരു ചെമ്പൂരിൽ നിന്ന് തെക്കൻ മുംബൈയിലുള്ള മഹാലക്ഷ്മി, അതായത് മഹാലക്ഷ്മി എന്ന് പറയുന്ന ഒരു ലോക്കൽ സ്റ്റേഷനെ പറ്റി നമ്മൾ നേരത്തെ വരുമ്പോൾ പറഞ്ഞില്ലേ, ആ മഹാലക്ഷ്മിയിൽ സന്ത് ഗോഗ്ഡെ മഹാരാജ് എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ വരെയാണ് ഇപ്പം നിലവിൽ ഈ ഒരു മോണോ റെയിൽ ഓടുന്നത്. 2014 ഈ മോണോ റെയിലിൻ്റെ പ്ലാനൊക്കെ കഴിഞ്ഞ് ട്രെയിൻ ഓടി തുടങ്ങുന്നത്. പക്ഷേ പ്രതീക്ഷിച്ച ആളുകളുടെ 10% മാത്രമേ ഈ ഒരു മോണോ റെയിൽ ഉപയോഗിക്കുന്നുള്ളൂ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ന്യൂ മുംബൈയുടെ ഭാഗത്തോട്ടോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട തിരക്കുള്ള ഭാഗത്തോട്ടൊന്നും ഈ മോണോ റെയിൽ ഓടാത്തതുകൊണ്ട് തന്നെ ദിവസേന ഏകദേശം 19,000 ആൾക്കാർ മാത്രമേ ഇത് ഉപയോഗിക്കുന്നുള്ളൂ. നമ്മളെ അപ്പോൾ മോണോ റെയിലാണുള്ളത് കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരൊറ്റ വലിയ റെയിലിൻ്റെ മുകളിൽ കൂടെയാണ് ട്രെയിൻ പോകുന്നത്. ഒരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഈ അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ പോകുമ്പോൾ റൈഡിൽ കയറൂലേ, ആ ഒരു ഫീലാണ്. കാരണം അത്രയും കുലുങ്ങുന്നുണ്ട്. ഈ ഒരു മോണോ റെയില് മഹാമുംബൈ മെട്രോ ഓപ്പറേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡും ഒരു മലേഷ്യൻ കമ്പനിയും കൂടി കൊളാബ് ചെയ്തിട്ട് 2005 പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ പണിയൊക്കെ പൂർത്തിയായ ശേഷം ഈ മലേഷ്യൻ കമ്പനിയായിട്ട് കുറേ തർക്കങ്ങളൊക്കെ വന്നതുകൊണ്ട് 8 പദ്ധതികളായിരുന്നു ഈ ഒരു മോണോ റെയിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തുടങ്ങാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ആദ്യത്തെ പദ്ധതി പൂർത്തിയാക്കാൻ തന്നെ വിചാരിച്ചതിനേക്കാൾ ഒരുപാട് വർഷങ്ങൾ കൂടുതലെടുത്തു. പിന്നെ ചെലവ് വല്ലാണ്ട് കൂടി. പിന്നെ ഇതിൻ്റെ അറ്റകുറ്റപ്പണികളൊന്നും കാര്യക്ഷമമായിട്ട് നടന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരൊറ്റ പദ്ധതിയിൽ ഇത് പിന്നീട് നിർത്തുക ചെയ്തത്. ആളുകളും വളരെ കുറവാണ്. കാരണം ഇത് ഒന്നാമത്തെ ആവശ്യമുള്ളൊരു റൂട്ടല്ല ഇത് സെലക്ട് ചെയ്തെന്നുള്ളൊരു വിമർശനം കുറേ വന്നിരുന്നു. പിന്നെ ഈ ഒരു മോണോ റെയിൽ പോകുന്നത് വളരെ സ്പീഡ് കുറഞ്ഞിട്ട്, അതായത് ശരാശരി ഒരു 30 കിലോമീറ്ററിലാണ് ഈ ഒരു ട്രെയിൻ സഞ്ചരിക്കുന്നത്. അതും ആളുകൾ കൂടുതൽ ഇത് ഉപയോഗിക്കാതിരിക്കാൻ കാരണമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇത് ഓടുന്നു എന്ന് മാത്രമേ ഉള്ളൂ, നഷ്ടത്തിലാണ് ഇത് ഓടുന്നത്. പിന്നെ ഒരേ ഒരു മോണോ റെയിൽ എന്നുള്ള രീതിയിൽ ഇതിപ്പോഴും തുടർന്ന് പോകുന്നു എന്നേ ഉള്ളൂ. സംഭവം അങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ മുംബൈയിൽ വരുന്ന സമയത്ത് ഒരിക്കലെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു യാത്രയായിരിക്കും ഈ മോണോ റെയിൽ. കാരണം നമ്മൾ മെട്രോയിലും ട്രെയിനിലൊന്നും സഞ്ചരിച്ച പോലെയല്ല. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ നമ്മളൊരു റൈഡിൽ കയറിയ ഒരു ഫീൽ നമുക്ക് കറക്റ്റ് കിട്ടും. പിന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഫ്രണ്ടിലായിരിക്കുന്നത്, എനിക്ക് മുന്നിൽ ഇതിൻ്റെ ഓപ്പറേറ്ററാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരൊറ്റ ബ്രിഡ്ജിൻ്റെ ചെറിയൊരു ഏരിയയിൽ കൂടിയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. വളവ് എന്നൊക്കെ ശരിക്കും നമുക്ക് താഴോട്ടുള്ളൊരു ഹൈറ്റ് കൂടി നോക്കുമ്പം ചെറിയൊരു പേടി കൂടെ കിട്ടും. പിന്നെ നല്ല ഭംഗിയാണ്. മുംബൈ നഗരത്തിൻ്റെ ഈ ഒരു ഭാഗം മൊത്തം നമുക്കിങ്ങനെ കണ്ട് പോകാൻ പറ്റുകയെന്ന് വെച്ചാൽ തന്നെ രസമാണ് അതൊക്കെ. നിലവിൽ സർക്കാർ കൂടുതൽ മെട്രോ ലൈനുകളും
അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നിർമ്മിക്കാനുള്ള ശ്രമത്തിലായതുകൊണ്ട് ഇനി ഇത്തരത്തിലുള്ള മോണോ റെയിലുകൾ നമ്മുടെ രാജ്യത്ത് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ആ കാലഘട്ടത്തിൽ ഇതിൻ്റെയൊക്കെ പണി തുടങ്ങുന്നത് 2005 കാലഘട്ടങ്ങളൊക്കെയാണ്. അന്ന് ഇത് കുറച്ചുകൂടി ആപ്റ്റായിരുന്നു. പക്ഷെ പിന്നീട് ഇന്നത്തെ ഒരു ചെലവും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം ഇത് അത്രത്തോളം ഒരു ഫീസിബിൾ അല്ല എന്നാണ് ഗവൺമെൻറ് തന്നെ ഒരു വിലയിരുത്തുന്നത്. പൊതുവെ ഇതിൽ ആളുകളും കുറവാണല്ലോ. അപ്പം മെട്രോയിലൊക്കെ ഇഷ്ടം പോലെ ആളുകൾ, ഇപ്പം മുംബൈയിൽ തന്നെ ഇനി കുറേ ലൈനുകൾ പുതിയ മെട്രോയിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇതിനി എത്ര കാലം ഇങ്ങനെ ഓടുന്നു നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും നിങ്ങൾ ആരെങ്കിലും മുംബൈയിൽ വരുമ്പം ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. ഒരിക്കലെങ്കിലും ഒന്ന് കയറി നോക്കണം. അതൊരു രസമാണ് ഇതിൽ യാത്ര ചെയ്യാനുള്ളത്. ഞാനിതിൽ കയറുന്നതിൻ്റെ 2 ദിവസം മുന്നേ ഒരു വാർത്ത ഉണ്ടായിരുന്നു. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ഈ ഒരു മോണോ റെയിൽ ട്രാക്കിൽ എവിടെയോ കുടുങ്ങിപ്പോയിട്ട് AC ഒക്കെ നിന്നുപോയി, ആളുകൾ വല്ലാണ്ട് ബുദ്ധിമുട്ടി. പിന്നീട് ക്രെയിനൊക്കെ കൊണ്ടുവന്നാണ് ആളുകളെയൊക്കെ ഇറക്കിയത്. അത്തരത്തിലുള്ളൊരു വാർത്ത ഉണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല. നമ്മളങ്ങനെ ഈ ഒരു മോണോ റെയിലിൻ്റെ ലാസ്റ്റ് സ്റ്റേഷനിലോട്ട് എത്താറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ലാസ്റ്റാണ്. ഞാനിതിൻ്റെ തുടക്കം തൊട്ട്, അതിനാണ് ചെമ്പൂർ പോയത്. അവിടെ നിന്ന് കയറിയിട്ട് ഇവിടെ ലാസ്റ്റ് സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത്. നമുക്ക് ഇവിടുന്ന് മഹാലക്ഷ്മി എന്ന് പറയുന്ന ഒരു ലോക്കൽ സ്റ്റേഷൻ ഉണ്ട്. അവിടെ പോയിട്ട് അവിടുന്ന് ചർച്ച് ഗേറ്റ് പോകണം. എന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അവിടെയാണ് നമ്മൾ വന്നിറങ്ങിയിട്ടുള്ള മോണോ റെയിൽ സ്റ്റേഷൻ വരുന്നത്. കണ്ടോ, ഇവിടം വരെ ഉള്ളൂ. ഇതാണ് ലാസ്റ്റ് സ്റ്റേഷൻ. ഇവിടെ കണ്ടോ, അവിടെ ഒരു മാർക്കറ്റാണ് അതിൻ്റെ ഉള്ളിലേക്ക്. പക്ഷെ നമുക്ക് ഉള്ളിലേക്ക് പോകാൻ സമയമല്ല ഇപ്പോൾ. നമുക്ക് വേറെ കുറേ പോകാനില്ലേ. നിങ്ങൾ ഈ കാണുന്നതാണ് മുംബൈയിലുള്ള ലോകപ്രസിദ്ധമായിട്ടുള്ള മഹാലക്ഷ്മി ധോബിഘട്ട്. അതായത് ഒരു ദിവസം 1,00,000-ലധികം വസ്ത്രങ്ങൾ അലക്കുന്ന ഒരു അലക്ക് കേന്ദ്രമാണിത്. ഒരു വർഷത്തിൽ 110 കോടി രൂപയാണ് ഇവിടുത്തെ മൊത്തം വിറ്റുവരവ് എന്ന് പറയുന്നത്. 7,000-ലധികം ആളുകൾ ഒരു ദിവസം 18 മണിക്കൂർ മുതൽ 20 മണിക്കൂർ വരെ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. മുംബൈയിലുള്ള ആസ്പത്രികൾ, വലിയ വലിയ ഹോട്ടലുകൾ, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും തുണികൾ കൊണ്ടുവന്നിട്ട് അലക്കുന്നതാണ് ഈ ഒരു മഹാലക്ഷ്മി ധോബിഘട്ടിൽ. അങ്ങനെ നമ്മളിവിടെ മഹാലക്ഷ്മി എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അങ്ങോട്ടാണ് വന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് ചർച്ച് ഗേറ്റിലോട്ട് പോകേണ്ടത്. അവിടുന്ന് വേണം നമുക്ക് മറൈൻ ഡ്രൈവിൻ്റെ ആ ഭാഗത്തോട്ടൊക്കെ പോകും. അങ്ങനെ നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 5 രൂപയാണ്. ഇനി നമുക്ക് അവിടെ ചർച്ച് ഗേറ്റ് പോയിട്ട് ഇറങ്ങണം. ഇതാണ് നമുക്ക് പോകേണ്ട ട്രെയിൻ കേട്ടോ. മുംബൈ ഡൽഹി രാജധാനി എക്സ്പ്രസ് ആണ് കേട്ടോ കിടക്കുന്ന അവിടെ. ഇവിടുന്ന് അങ്ങോട്ടൊരു 2 കിലോമീറ്ററിൻ്റെ അടുത്ത് പോകാനുണ്ട്. നമുക്കിവിടുന്ന് ബസ് കിട്ടുമോ നോക്കാം. അല്ലാണ്ട് ഈ ടാക്സി ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ എത്ര പൈസ ആവുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ എവിടെ ഒരു ബസ് സ്റ്റോപ്പോ ബസ് സ്റ്റാൻഡ് എന്തോ ഉണ്ട് എന്ന് പറഞ്ഞു. അവിടെ പോയി നോക്കാം. ഇതാണ് കേട്ടോ നമ്മളിപ്പോൾ വന്ന് ഇറങ്ങിയ സ്റ്റേഷൻ. ഇതൊരു ടെർമിനൽ സ്റ്റേഷനാണ്, ലോക്കൽ ടെർമിനൽ. ഇതിവിടെ മുംബൈയിലുള്ള ഒരു ഡബിൾ ഡെക്കർ ബസ്സാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് ഇലക്ട്രിക്കിൽ ഓടുന്ന ബസ്സാണ് കേട്ടോ. നമുക്ക് പറ്റുവാണെങ്കിൽ നമ്മൾ പോണ റൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കയറാം. മൊത്തത്തിൽ നല്ല ബ്ലോക്കാന്ന് തോന്നുന്നു. കുറേ നേരമായി ഇവിടെ ഇങ്ങനെ ബസ് കാത്ത് നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ ബസ്സിൻ്റെ നമ്പറൊക്കെ നമ്മളിവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ കാത്ത് നിൽക്കുക. ആ സമയത്ത് ഇങ്ങനെ ബ്ലോക്ക് കണ്ടപ്പോൾ അന്ന് എടുത്തതാണ്. അങ്ങനെ ഇതാ ബസ്സിൽ കയറി. ഇനിയിപ്പോൾ ഇതാ അവിടെ പോയി ഇറങ്ങണം. എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല, മഴ പെയ്യുമെന്നാണ് തോന്നുന്നത്.
ഈ കാണുന്നത് മുംബൈ യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. അങ്ങനെ ഇത് അവിടെ ബസ് ഇറങ്ങി. ഇനി ഈ റോഡ് വഴി നടന്നു വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. പക്ഷെ മഴ പെയ്തു. മഴയാണ് ഒരു പ്രശ്നം. എന്താ ചെയ്യുക, മഴയുള്ളതുകൊണ്ട് എൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമുക്ക് പോയി കാണാം. ഇത് ഹോട്ടൽ താജാണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ടോ, അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാം. നമുക്ക് അങ്ങോട്ട് പോവാം. ഇതുവഴിയാണ് പോകേണ്ടത്. അപ്പോൾ ഇതുവഴിയാണ് നമുക്ക് അകത്തോട്ടുള്ള എൻട്രൻസ് വരുന്നത്. ഇവിടെയൊക്കെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ വെച്ചുകൊണ്ട് നല്ല തിരക്കാണ്. അപ്പം ഇവിടെയൊക്കെ ഫുഡ് ഐറ്റംസാണ്. അതാണ് അകത്തോട്ടുള്ള വഴി. ഇതുവഴി വേണം നമുക്ക് അകത്തോട്ട് പോവാൻ. കണ്ടോ, നമ്മൾ അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. കണ്ടോ, അതുപോലെ തൊട്ടപ്പുറത്തായിട്ട് നിങ്ങൾക്ക് താജ് കാണാം. അപ്പോൾ ഇതാ എനിക്ക് പിന്നിലായിരുന്നു നിങ്ങൾക്ക് ഇതും കാണാം, നേരെ പിന്നിൽ താജും കാണാം. കണ്ടോ, എന്താല്ലേ അവിടെ ചെറിയൊരു മെയിൻ്റെനൻസ് നടക്കുന്നതുകൊണ്ടാണ് ഒരു ഭാഗത്ത് കുറച്ച് കമ്പിയൊക്കെ വെച്ചത്. താജ് കണ്ടോ, അതിൻ്റെ ഒരു ഭംഗി കണ്ടോ നിങ്ങൾ? അതുപോലെ നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഛത്രപതി ശിവജി മഹാരാജിൻ്റെ ഒരു സ്റ്റാച്യു ഇവിടെ ഉണ്ട്. കാണിച്ചു തരാം. കണ്ടോ, നമ്മളങ്ങനെ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടു. ഇനി ഇവിടുന്ന് പോകുന്ന നേരെ മറൈൻ ഡ്രൈവിൻ്റെ അങ്ങോട്ടേക്കാണ്. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും ഷെയർ ടാക്സി എന്തെങ്കിലും കിട്ടുമോ നോക്കണം. ബസ്സിൻ്റെ കാര്യമൊക്കെ കണക്കായിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. ഇവിടെയൊക്കെ തിരക്കാ. ഫുള്ള് ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഒക്കെ കഴിക്കുന്നവരാ. അപ്പോൾ ഇവിടുന്ന് ഇനി ബസ്സിൻ്റെ കാര്യമൊക്കെ കണക്കായിരിക്കും. നമുക്കെന്തെങ്കിലും ഷെയർ ടാക്സിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കാം. അതേ ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ ലേറ്റ് ആവും. ഇപ്പോൾ തന്നെ വൈകുന്നേരം ആയില്ലേ. കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ അവിടെ
അങ്ങനെ അവിടുന്ന് ഒരു ഷെയർ ടാക്സി കിട്ടി. അപ്പോൾ ഇനിയിപ്പം നമുക്ക് നേരെ അവിടെ മറൈൻ ഡ്രൈവിൻ്റെ അങ്ങോട്ട് പോകാം. ഇതാണ് മുംബൈയിലെ പ്രസിദ്ധമായിട്ടുള്ള മറൈൻ ഡ്രൈവ് വരുന്നത്. ഒരുപാട് ബോളിവുഡ് മൂവീസൊക്കെ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു ഫേവറേറ്റ് മൂവിയാണ് വേക്കപ്പ് സെറ്റ് എന്ന് പറഞ്ഞ മൂവി. ആ മൂവിയുടെ ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്തത്. പിന്നെ അങ്ങനെ കുറേ മൂവികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഒക്കെ ഞാൻ വിചാരിച്ചിരുന്നു ഒരിക്കലെങ്കിലും ഇവിടെയൊക്കെ വന്നിങ്ങനെ ഇരിക്കണം എന്നൊക്കെ. ചെറിയൊരു മഴക്കാറുണ്ട്, മഴക്കാറല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു മൂടിയ ക്ലൈമറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളൂ. എന്നാലും ഇങ്ങനെ വന്നിരിക്കുമ്പം നമ്മൾ എപ്പോഴോ ആഗ്രഹിച്ച സ്ഥലങ്ങളിൽ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ വന്നിരിക്കുമ്പം അതിൻ്റെ ഒരു രസം വേറെ തന്നെയാണ്. ഞാൻ അവിടെ മറൈൻ ഡ്രൈവ് പെട്ടെന്ന് വന്നതാണ്. കാരണം നമ്മളെ അവിടെ ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനലിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോയും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. വളരെ മനോഹരമായിട്ട്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ അത് എടുത്തില്ലെങ്കിൽ മണ്ടത്തരായി പോകില്ലേ. നമുക്ക് ഇരുടായി വരുന്നുണ്ട്. അപ്പം മഴയും പെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഭംഗി ഉണ്ടാവില്ല. ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഇനി വേഗം അങ്ങോട്ട് പോയിട്ട് സമയമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വരാം. അപ്പം അങ്ങോട്ട് പോകാനായിട്ട് ഇവിടുന്ന് ഡബിൾ ഡെക്കർ ബസ് കിട്ടും. അപ്പം നമുക്ക് അതും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ. ഇതാണ് നമ്മുടെ ആ ഒരു എപ്പിക് റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യയിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ് നിങ്ങൾ ഈ കാണുന്നത്, ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസ്. ഇതിന്റെ ആദ്യത്തെ പേര് വിക്ടോറിയ ടെർമിനസ് എന്നായിരുന്നു. അതായത് VT സ്റ്റേഷൻ എന്നാണ് പൊതുവെ പഴയ ആളുകളൊക്കെ ഇതിനെ വിളിക്കുക. അതിന്റെ തൊട്ട് മുന്നിലായിട്ട് ഇവിടെ ഏറ്റവും ഫേമസ് ആയിട്ട് വടാപ്പാവ് കിട്ടുന്ന ഒരു കട കൂടെ ഉണ്ട്. അതാണ് നിങ്ങൾ ഈ കാണുന്ന തിരക്ക്. ഇവിടെ നമുക്കൊന്ന് കഴിച്ചു നോക്കണം. ഈ സ്റ്റേഷൻ ഒരു ചരിത്രത്തിലോട്ട് വന്നു കഴിഞ്ഞാല് 1996 മുതലാണ് ഈ ഒരു സ്റ്റേഷന്റെ പേര് ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസ് ആക്കിയത്. പിന്നെ മറ്റൊരു പ്രത്യേകത, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ കൂടെ ഇടം പിടിച്ച ഒരു സ്റ്റേഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനാണ് ഈ ഒരു ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസ്. സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം കൂടിയായിട്ടുള്ള ഈ ഒരു സ്റ്റേഷൻ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ്. അതുകൊണ്ടാണ് അവർ കൊടുത്ത പേരായിരുന്നു വിക്ടോറിയ ടെർമിനസ് എന്നുള്ളത്. പിന്നീട് 96 മുതൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 96 മുതലാണ് ഇതിന്റെ പേര് മാറുന്നത്. 1888 പണി പൂർത്തിയായ ഒരു റെയിൽവേ സ്റ്റേഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. ആലോചിച്ചൊക്കെ എത്ര വർഷങ്ങൾക്ക് മുന്നേ ആണെന്ന്. നമുക്കിനി ഈ ഒരു കടയിൽ നിന്ന് ഒരു വടാപ്പാവ് വാങ്ങിച്ചിട്ടൊന്ന് കഴിച്ചു നോക്കാം. വടാപ്പാവ് എനിക്ക് ഇഷ്ടമാണ്, ചിലർക്കൊന്നും അത് ഇത്ര ഇഷ്ടപ്പെടില്ല. അങ്ങനെ ലൈനൊക്കെ നിന്ന് ഒടുവിൽ സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് പറഞ്ഞുതരാം എങ്ങനെയുണ്ട് എന്ന്. ഇതിന്റെ ഉള്ളിൽ കണ്ടോ 2 ടൈപ്പ് ചട്നി ഉണ്ട്, അതുപോലെ തന്നെ ബട്ടർ, പിന്നെ ഈ കിട്ടുന്നത് നമ്മുടെ ബോണ്ട പോലത്തെ ഒരു സാധനമാണ്. ഞാൻ അവിടുന്ന് വടാപ്പാവ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മഴ പെയ്തു. അപ്പോൾ ഓടി സ്റ്റേഷനിലോട്ട് കയറി. അപ്പം തന്നെ ഒരു ലോക്കൽ ട്രെയിൻ ഉണ്ടായിരുന്നു. ഇനി ഇവിടുന്ന് നേരെ തിരിച്ചു പോകുന്നത് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ്. അവിടെ നിന്നാണല്ലോ നമ്മൾ വന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ദാദറിലോട്ട് പോയിട്ട് ദാദറിന് ട്രെയിൻ മാറിയിട്ട് കയറിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതാണ് പിന്നെ എനിക്ക് പെട്ടെന്ന് അവിടെ നിന്നൊന്നും പറയാൻ പറ്റില്ല, നേരെ സ്റ്റേഷനിലോട്ട് ഓടിക്കയറിയതാണ്. വൈകുന്നേരം ഈ ഒരു സമയത്ത് ഇവിടെയുള്ള ഒരു ലോക്കൽ സ്റ്റേഷനിലെ തിരക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരുപാട് കച്ചവടക്കാർ, ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്നവരുണ്ട്, അല്ലാത്ത സാധനങ്ങൾ വിൽക്കുന്നവരുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പോകുന്നൊരു തിരക്ക് കണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമ്മൾ ഈ ഒരു സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാൻ. അങ്ങനെ ഇപ്പോൾ സന്ധ്യ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം.
അപ്പം ഞാനിതാ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് പറയുക. അത് എനിക്ക് കൂടുതൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ ഉള്ളതിന് സഹായിക്കും. അപ്പോൾ എല്ലാവരുടെയും ഓണമൊക്കെ അടിപൊളിയായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.